ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. തോരൻ വെക്കാൻ നോക്കുമ്പോൾ സാധനങ്ങളൊന്നും ഇരിപ്പില്ല. 2-3 മുട്ട ഇരിപ്പുണ്ട്. എന്നാൽ മുട്ടത്തോരൻ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് മുരിങ്ങയിലയിൽ നന്നായി ഇലകൾ തളിർത്ത് നിൽപ്പുണ്ട്. എന്നാൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം, മുരിങ്ങയിലയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. ആ റെസിപ്പി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാള, വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സ്ക്വയറായിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, ഒരു 1/2 സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില ഇതും ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പോളം മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്നൊന്ന് വാടി വരട്ടെ. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചെറുതായി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. ഇതെങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പം നല്ല സ്മെല്ലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ സാധനങ്ങളൊക്കെ മൂത്ത് വരുമ്പോൾ ഉള്ള സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ആ സവാളയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ട് വരണേ. ഇത് ഗോൾഡൻ ബ്രൗൺ നിറം അങ്ങനെയൊന്നും ആവണ്ട. ഇത് നന്നായി വാടി വന്നാൽ മതി. ഇത് വാടി വരുമ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ നമ്മൾ ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് കൂടിപ്പോകരുത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനും കൂടിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മുരിങ്ങയില ചേർക്കുന്നുണ്ട്, മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേന് നല്ല റിച്ച് ഫുഡായി. ഇതാ തേങ്ങയും കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നന്നായി നോക്കി, അതിൻ്റെ അകത്ത് പൊടിയോ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകും. നന്നായി നോക്കി കഴുകിയെടുക്കണേ. അതുപോലെ തന്നെ മുരിങ്ങയില ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഇലയാണ് മുരിങ്ങയില. ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ളൊരു ഇലയാണ്. അത് നമ്മൾ കഴിക്കുന്നത് ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ഇങ്ങനെ തോരൻ കറിയിലോ പരിപ്പിലോ ഒക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാം. എല്ലാ വീട്ടിലും ഉണ്ടാവുമായിരിക്കും അല്ലേ. മുരിങ്ങയിലേക്ക് അധികം വെള്ളം വേണ്ട, സ്ഥലം വേണ്ട. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാവും മുരിങ്ങയില അല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ ഇലയൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കണേ. കറികളിലൊക്കെ ചേർക്കണം. ഇനി നമുക്കത് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ നടുവിൽ ഇച്ചിരി സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ച വശം അത് ഇളക്കരുത്. ഒന്ന് മൂടി വെച്ചൊരു 2 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ലോ ഫ്ലെയിമിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിടരുത്. ഇത് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും മുട്ടേൻ്റെ. ഇനി നമുക്കത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ അടിഭാഗം വേകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇട്ട വശം നമ്മൾ ഇളക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോകുവേ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഈ മുട്ടയും കൂടെ ചേർത്ത് നന്നായി മിക്സ് കൈയെടുക്കാതെ തീ ഹൈ ഫ്ലെയിമിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഒന്ന് ആവി കയറട്ടെ. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. മൂടി വെക്കാം കേട്ടോ. ഞാൻ 2 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നന്നായി ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഇത്ര ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള നല്ല സൂപ്പർ ഫുഡ് റെഡി ആയില്ലേ. മുട്ടയും ഉള്ളിയൊക്കെ നമ്മുടെ വീട്ടിലെല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് മുരിങ്ങയില പറിച്ചൊന്നിടണമെന്നേ ഉള്ളൂ. മുരിങ്ങയില ഓപ്ഷണലാണ്. മുരിങ്ങയില ഇട്ടില്ലെങ്കിലും ഇതിനൊരു ടേസ്റ്റിനും കുറവുണ്ടാവുമൊന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ തോരൻ കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വെറുതെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഇതൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇലയൊന്നും ഓവർ കുക്കാവരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്